കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫംഗ്ഷനിൽ അതിൻ്റെതായിട്ടുള്ള ചില ടൂളുകളുണ്ട്. ടേബിളും ഒരു ചെയറും ഇടുമ്പോൾ നമ്മുടെ ചെയർ ഭിത്തിയോട് ചേർന്നിരിക്കും. നോർത്ത് ഈസ്റ്റ് ഭാഗത്തോട്ട് നോക്കിയിരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പഠിക്കാനും നല്ല വിജയങ്ങൾ നേടാനും ഈ കുട്ടിക്ക് സാധിക്കും. ഈ റൂമിന്റെ ഈസ്റ്റ് ഭാഗത്ത് ഒരു മെഡിസിൻ ബുദ്ധയുടെ ഒരു സ്റ്റാച്യുവോ അല്ലെങ്കിൽ ഒരു പിക്ചറോ നമുക്ക് വെക്കുകയാണെങ്കിൽ കൊച്ചിന് കൂടുതൽ ഹെൽത്ത് മെച്ചപ്പെടും. ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള പ്രോസ്പെരിറ്റി ഡയറക്ഷൻസ് ഉണ്ട്. അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതാത് ഡയറക്ഷനിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെച്ചപ്പെടും. നമസ്കാരം. നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത വാസ്തു ഫെങ്ഷുയി കൺസൾട്ടന്റ് സുരേഷ് സാറാണ്. സാർ, ഇപ്പം ഈ തൊട്ടടുത്ത് കഴിഞ്ഞ എപ്പിസോഡ്സിലെല്ലാം നമ്മൾ സംസാരിച്ചതെല്ലാം വലിയ ആൾക്കാരെ ബാധിക്കുന്നതാണ്, അവരുടെ ഹെൽത്ത് അല്ലെങ്കിൽ ഇപ്പൊ കിച്ചൺ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. പക്ഷെ ഇനി നമുക്ക് കുഞ്ഞുങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവരിരുന്ന് പഠിക്കുന്ന സ്ഥാനം, അത് അവരുടെ പഠനത്തെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും, അതല്ലെങ്കിൽ അവരുടെ ഹെൽത്ത്, ഇതൊക്കെ എങ്ങനെയാണ് വാസ്തു ഫെങ്ഷുവായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണത്. ഓരോ വ്യക്തിക്കും ഒരു കുവാ നമ്പർ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പല പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും ഒരു കുവാ നമ്പർ ഉണ്ട്. അപ്പൊ അവിടെ കുവാ നമ്പർ അനുസരിച്ചിട്ട് വേണം അതിനെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് വാസ്തുവിൽ പറയുന്നുണ്ട് കുട്ടികൾക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള റൂമുകൾ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ള റൂമുകൾ കുട്ടികൾക്ക് കൊടുക്കാം. പക്ഷേ ഫെങ്ഷുയിൽ അങ്ങനെയല്ല പറയുന്നത്. ഫെങ്ഷുയിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് 1 മുതൽ 9 വരെയുള്ള നമ്പറിൽ ഒരു നമ്പർ ഇവിടെ കുവാ നമ്പറായിട്ട് വരും. അപ്പോൾ ഇവരുടെ കുവാ നമ്പർ എത്രയാണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. അപ്പൊ കുവാ നമ്പറിന്റെ കണക്കെടുക്കുന്ന ഇതൊക്കെ നേരത്തെ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുവാ നമ്പർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമുക്ക് നെറ്റിൽ നോക്കിയാലും കുവാ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇത് മാർഗം അറിയാൻ പറ്റും. അപ്പൊ കുവാ നമ്പർ കണ്ടുപിടിച്ചതിന് ശേഷം അവർക്ക് മൊത്തത്തിൽ 8 ദിക്കുകളാണല്ലോ നമുക്കുള്ളത്. അതിൽ 4 എണ്ണം എല്ലാവർക്കും ഭാഗ്യവും 4 എണ്ണം എല്ലാവർക്കും ദോഷവുമാണ്. ഇതിനെ ഈസ്റ്റ് ഗ്രൂപ്പ് വെസ്റ്റ് ഗ്രൂപ്പ് എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈസ്റ്റ് ഗ്രൂപ്പിലുള്ള വ്യക്തികളും വെസ്റ്റ് ഗ്രൂപ്പിലുള്ള വ്യക്തികളും ആയിട്ടുണ്ട്. ഇപ്പൊ ഈസ്റ്റ് ഗ്രൂപ്പിലുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഈസ്റ്റ്, സൗത്ത്, നോർത്ത്, സൗത്ത് ഈസ്റ്റ്, ഇത് 4ഉം ഇവരുടെ ഭാഗ്യദിക്കളാണ്. ഏതാണ്? ഈസ്റ്റ് ഗ്രൂപ്പിലുള്ളവർ. അതേസമയം വെസ്റ്റ് ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിൽ നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, ഇത് 4ഉമാണ് ഇവരുടെ ഭാഗ്യദിക്കൾ. അപ്പൊ ഈ കുട്ടി ഈസ്റ്റ് ഗ്രൂപ്പിലാണോ വെസ്റ്റ് ഗ്രൂപ്പിലാണോ എന്ന് ആദ്യം കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം ആ കുട്ടിയുടെ കുവാ നമ്പർ എടുക്കുക. ആദ്യം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വേണം, ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത്. ഇപ്പോൾ ചിലർക്ക് സർട്ടിഫിക്കറ്റിലൊന്നും ഒറിജിനൽ ഒന്നും അങ്ങനെ അല്ല, അവരുടെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ ആ കുവാ നമ്പറും ഇതും എടുക്കുക. എന്നിട്ട് ഇതിൽ നമുക്ക് ഓരോന്നിനും ഓരോ ഡയറക്ഷൻസ് ഉണ്ട്. ഇപ്പൊ എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ദിക്ക്, ആരോഗ്യപരമായിട്ട് മെച്ചമുള്ള ദിക്ക്, വിവാഹത്തിന്റെ ദിക്ക്, വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലിന്റെയും ദിക്ക്, അങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലിന്റെയും ദിക്ക്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുവാ നമ്പർ 8കാർക്ക് അവരുടെ ബാക്കി ദിക്കൾ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, ഇത് 4ഉമാണ് അവരുടെ ബാക്കി ദിക്കുകൾ. അപ്പൊ ഇതിൽ 4ാമത് വരുന്ന ദിക്ക് ഏതാണ്? നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പൊ നോർത്ത് ഈസ്റ്റ് ആണ് ഇവരുടെ വിദ്യാഭ്യാസത്തിന്റെ ദിക്ക്. അപ്പൊ ഇവർക്ക് ഈ ദിക്കിലുള്ള റൂമുകൾ തിരഞ്ഞെടുക്കാം. അപ്പൊ നേരത്തെ ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ചാൽ ഇവർ ഏത് റൂം എടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ ആ വീട്ടിൽ ഇവരുടെ ഭാഗ്യ ദിക്കുകൾ ഏതൊക്കെയാണ്? ഈ പറയുന്ന 4 ദിക്കാണ് അവരുടെ ഭാഗ്യ ദിക്ക്. അപ്പൊ ആ ദിക്കിലുള്ള റൂമുകൾ ഇവർക്ക് തിരഞ്ഞെടുക്കാം. അതിൽ വിദ്യാഭ്യാസത്തിന്റെ ദിക്കിലുള്ള നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ റൂം അവർക്ക് കിട്ടുമെങ്കിൽ ഏറ്റവും ബെറ്റർ. അപ്പൊ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ റൂം തിരഞ്ഞെടുക്കാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ റൂം തിരഞ്ഞെടുത്തിട്ട് എന്നിട്ട് അവർക്ക് അതിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഡയറക്ഷൻ ഉണ്ടല്ലോ, അത് നോർത്ത് ഈസ്റ്റ് ആണല്ലോ. അപ്പൊ ആ നോർത്ത് ഈസ്റ്റിലോട്ട് നോക്കിയിരുന്ന് പഠിക്കാം. അപ്പൊ ഈ നോർത്ത് ഈസ്റ്റിലോട്ട് നോക്കിയിരുന്ന് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു? കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തു. അതിൽ നിന്ന് കുട്ടി ഈസ്റ്റ് ഗ്രൂപ്പാണോ വെസ്റ്റ് ഗ്രൂപ്പാണോ എന്ന് കണ്ടുപിടിച്ചു. കുവാ നമ്പർ എടുത്തു. കുവാ നമ്പർ എടുത്തിട്ടാണ് ഈസ്റ്റ് ഗ്രൂപ്പാണോ വെസ്റ്റ് ഗ്രൂപ്പാണോ എന്ന് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ 4 ഭാഗ്യ ദിക്കുകൾ എടുത്തു. അതിൽ വിദ്യാഭ്യാസത്തിന്റെ ദിക്ക് ഏതാണെന്ന് മനസ്സിലാക്കി. ആ ദിക്കിലെ റൂം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കി. എന്നിട്ട് ആ റൂം ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ റൂമിൽ എങ്ങോട്ട് നോക്കിയിരുന്ന് പഠിക്കണം? നോർത്ത് ഈസ്റ്റിലോട്ട് നോക്കിയിരുന്ന് പഠിക്കണം. അപ്പൊ അത് എങ്ങനെ ഇരുന്ന് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ റൂമിൽ ഒരു ടേബിളും ഒരു ചെയറും ഇടുമ്പോൾ നമ്മുടെ ചെയർ ഭിത്തിയോട് ചേർന്നിരിക്കണം. അതായത് നമ്മുടെ ബാക്കിൽ ഒരു സ്ട്രോങ് ആയിട്ടൊരു വാൾ ഉണ്ടായിരിക്കണം. അപ്പൊ എന്നിട്ട് ഭിത്തിയോട് ചേർന്നിരുന്ന് ഈ ഒരു അല്പം ടിൽറ്റ് ചെയ്ത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തോട്ട് നോക്കിയിരുന്ന് ഈ കുട്ടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് ഉയർച്ച ഉണ്ടാവാനും നല്ലതുപോലെ പഠിക്കാനും നല്ല വിജയങ്ങൾ നേടാനും ഈ കുട്ടിക്ക് സാധിക്കും. സാർ, അതേപോലെ ഈ കുട്ടികളുടെ ഹെൽത്തിന്റെ കാര്യം കൂടി ഞാൻ ചോദിക്കേണ്ടായി. അത് ഇതുമായിട്ട് എന്തെങ്കിലും ബാധമുണ്ടോ? അവര് കിടക്കുന്ന മുറിയോ അങ്ങനെ എന്തെങ്കിലും? ഇപ്പൊ ഈ ഹെൽത്തിന്റെ കാര്യം പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് പറഞ്ഞാൽ ഫെങ്ഷുയി പ്രകാരം ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. അപ്പൊ ഹെൽത്തിന്റെ ദിക്ക് എന്ന് പറയുന്നത് വീട്ടിൽ ഈസ്റ്റ് ആണ്.
അപ്പോൾ ഈസ്റ്റ് ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ടോയ്ലറ്റുകളോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റിൽ അങ്ങനെ ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഈസ്റ്റ് ടോയ്ലറ്റിനകത്ത് നമുക്കൊരു റെഡ് ലൈറ്റ് കൊടുക്കാം. എന്തുകൊണ്ട് റെഡ് ലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റിൽ വരുന്ന എലമെന്റ് വുഡ് എലമെന്റ് ആണ്. അപ്പൊ ഈ വുഡ് എലമെന്റ് അവിടെ ടോയ്ലറ്റിനകത്ത് വരുമ്പോൾ അത് പിന്നെ നല്ലതല്ല. അപ്പൊ ഈ വുഡ് എലമെന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? വീക്കനിങ് ചെയ്യണം. വീക്കനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് ലൈറ്റ് കൊടുക്കുന്നു. അപ്പൊ അത് ഈ ഹെൽത്ത് മെച്ചപ്പെടുത്തും. ഈസ്റ്റിൽ വന്ന ടോയ്ലറ്റിനകത്താണ്, റൂമിനകത്ത് കൊടുത്താൽ ഹെൽത്ത് വീണ്ടും ദോഷമാവത്തേ ഉള്ളൂ. ആ ടോയ്ലറ്റിനകത്ത് റെഡ് ലൈറ്റ് കൊടുക്കുക. അപ്പൊ അത് എത്ര സമയം ചെയ്യുന്നു എന്നുള്ളൊരു മറ്റൊരു ചോദ്യമുണ്ട്. ഫുൾ ടൈം നമ്മൾ റെഡ് ലൈറ്റ് കൊടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു റെഡ് ട്രയാങ്കിൾ, ഒരു A3 സൈസിലുള്ള ഒരു റെഡ് ട്രയാങ്കിൾ കട്ട് ചെയ്തിട്ട് ഈസ്റ്റ് വാളിൽ സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് അതിന്റെ പരിഹാരമായിട്ട് എടുക്കാം. ഇനി ഈ കുട്ടിക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉള്ള കുട്ടിയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ കൂവാനമ്പര എടുത്തല്ലോ, കൂവാനമ്പര എടുത്തപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ദിക്കാണല്ലോ നോർത്ത് ഈസ്റ്റ് എന്ന് കണ്ടത്. അപ്പൊ ഇത് ഇദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ ദിക്കുണ്ട് ഈ കുട്ടിയുടെ. ആ ആരോഗ്യത്തിന്റെ ദിക്കിലേക്ക് തലവെച്ച് കിടക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ? ഇപ്പം നമ്മൾ ബാത്റൂമിൽ പറഞ്ഞു റെഡ് ലൈറ്റ് കൊടുത്ത് നമുക്കത് പരിഹരിക്കാം. നമ്മൾ അറ്റാച്ച്ഡ് അല്ല, റൂം മാത്രമാണ്, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ റൂമിൽ നമുക്ക് എന്തെങ്കിലും എലമെന്റ്സ് ടൂൾസോ വല്ലതും പ്ലേസ് ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് നമുക്ക് ഒരു റൂമിലാണെന്നുണ്ടെങ്കിൽ ഈ റൂമിന്റെ ഈസ്റ്റ് ഭാഗത്ത് ഒരു മെഡിസിൻ ബുദ്ധയുടെ ഒരു സ്റ്റാച്യുവോ അല്ലെങ്കിൽ ഒരു പിക്ചറോ നമുക്ക് വെക്കുകയാണെങ്കിൽ കൊച്ചിന് കൂടുതൽ ഹെൽത്ത് മെച്ചപ്പെടും. അത് കഴിഞ്ഞിട്ട് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഉലു, അത് ചൈനയിൽ നിന്ന് തന്നെ വരുന്ന ഒരു ഇതാണ്. അപ്പം അത് നമുക്ക് വാങ്ങിച്ചിട്ട് ഈ കുട്ടി കിടക്കുന്ന ഹെഡിന്റെ സമീപത്ത്, അതായത് പില്ലോയുടെ സമീപത്തായിട്ട് ഇത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഹെൽത്ത് മെച്ചപ്പെടുമെന്ന് ഫുങ്ഷുവൽ പറയുന്നു. അപ്പൊ കുട്ടികളുടെ കാര്യമാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ തീർച്ചയായിട്ടും ഓരോ വ്യക്തികളും, കുട്ടികളെന്നല്ല വീട്ടിലുള്ള ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള പ്രോസ്പെരിറ്റി ഡയറക്ഷൻസ് ഉണ്ട്. അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതാത് ഡയറക്ഷനിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെച്ചപ്പെടും. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ഹെൽത്തിന്റെ ഡയറക്ഷൻ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിലും കുട്ടിയെ ബാധിക്കും. ഇപ്പൊ ഈ 4 ഡയറക്ഷനിലൊത്ത് കുട്ടിയുടെ ഹെൽത്തിന്റെ ഡയറക്ഷനാണ്. ആ ഡയറക്ഷൻസിൽ ഒരു ടോയ്ലറ്റ് വരികയോ അല്ലെങ്കിൽ ആ ഡയറക്ഷൻസിൽ ഒരു സെപ്റ്റിക് ടാങ്ക് വരികയോ ചെയ്താലും കുട്ടിയുടെ ഹെൽത്തിനെ ബാധിക്കും. അതിന് നമ്മളത് കറക്റ്റ് ചെയ്താൽ മതി, റെമഡി ചെയ്താൽ മതി. പലരും പറയും ഇപ്പം എന്റെ മോളോ മോനോ പഠിക്കാത്തത്, ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയം എപ്പോഴും ശൂന്യമായ വാള് ഫേസ് ചെയ്തിരുന്ന് പഠിക്കണം എന്നുള്ളത്. പക്ഷെ അതിന് ഇങ്ങനെ ഒരു സയൻസ് ഇതിന്റെ പിന്നിലുണ്ട് അല്ലെ? ഇങ്ങനത്തെ കറക്ഷൻസ് നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിപ്പോ കേൾക്കുന്ന പേരൻസ് ആണെങ്കിൽ കുട്ടികൾക്ക് ഒന്ന് ചെയ്ത് കൊടുത്തു നോക്കാം, അവർക്ക് തീർച്ചയായിട്ടും വ്യത്യാസങ്ങൾ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫംഗ്ഷനിൽ അതിൻ്റെതായിട്ടുള്ള ചില ടൂളുകളുണ്ട്. ഇപ്പൊ നമുക്ക് ഈ പഠിക്കുന്ന ടേബിളിന്റെ കാര്യം പറഞ്ഞു. ആ ടേബിളിന്റെ മുകളിൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് പഗോഡ ടവർ വെക്കാം. അതേപോലെ തന്നെ ക്രിസ്റ്റലിന്റെ ഗ്ലോബ് വെക്കാം. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ചില സ്റ്റോൺസ് ഉണ്ട്, വൈറ്റ് സ്റ്റോൺ ഉണ്ട്. അപ്പൊ അത് വാങ്ങിച്ചിട്ട് നമുക്ക് മാലയായിട്ട് വേണമെങ്കിൽ കഴുത്തിലിട്ടിട്ട് ഇത് പഠിക്കാം, അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ആയിട്ട് ധരിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ചെറിയ പെൻഡന്റ് കിട്ടും, അത് നമുക്ക് ലോക്കറ്റ് ആയിട്ട് വേണമെങ്കിൽ ധരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റോണുകൾ നമ്മൾ ധരിച്ചുകൊണ്ടിരുന്ന് പഠിക്കുകയാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കാനും അത് എക്സാമിന് എഴുതാനും ഒക്കെ സാധിക്കുമെന്ന് ഫംഗ്ഷനിൽ പറയുന്നു. അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ സംശയങ്ങൾ സാറിനെ ഡയറക്റ്റ് വിളിച്ച് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഇനിയും ഒരുപാട് ചോദ്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. എല്ലാ എപ്പിസോഡും എല്ലാവരും കാണുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.